ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് പ്ലാൻ സയൻസ് എന്ന് പറയുന്ന 4th സെമ്മിൽ കോർ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ്സത്തെയും അതുപോലെ തന്നെ ബയോസ്റ്റാറ്റിക്സും ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബയോസ്റ്റാറ്റിയിൽ ഞാൻ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇല്ല, അതിൽ ഹിസ്റ്റോഗ്രാം വേഴ്സസ് ബാർ ഡയഗ്രാം, അതുപോലെ തന്നെ ഒജീവ്, അങ്ങനെ സിംഗിൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ചോദിച്ച് കാണുന്നുണ്ട്. അത് ഞാൻ അതിൽ പറയാൻ വിട്ടുപോയി, അപ്പം ജസ്റ്റ് അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇനി നമ്മൾ ബയോഫിസിക്സിൽ എന്തൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്, ഓരോ കൊല്ലവും ചോദിച്ചത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ടോപ്പിക്ക് മൊളാരിറ്റിയും നോർമാലിറ്റി, പേഴ്സൻറ്റേജ് ആൻഡ് PPM. ഈ 4 ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. എന്തായാലും ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, (2024) മൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2024 കാര്യമാണ് പറഞ്ഞത്. 2023 മൊളാരിറ്റി ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. 2022 മൊളാരിറ്റി എന്താണ്, നോർമാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2022 2 മാർക്കിനല്ല 3 മാർക്കിനാണ് വരുന്നത്. ഒരു പാറ്റേൺ വ്യത്യാസം ഉണ്ടല്ലോ 2022-ലും 2021-ലും. അതുകൊണ്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ് മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഒരു മൊളാർ സൊല്യൂഷൻ, എന്താണ് ഒരു നോർമൽ സൊല്യൂഷൻ, ഒരു മൊളാർ സൊല്യൂഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് ആൻഡ് PPM 2021 മൊളാർ സൊല്യൂഷനും ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു മൊളാർ സൊല്യൂഷൻ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഒരു മൊളാർ സൊല്യൂഷൻ നോർമൽ സൊല്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 3 മാർക്കിൻ്റെ. 2021 പാറ്റേൺ ചെറിയൊരു വ്യത്യാസമുള്ളതുകൊണ്ട് 3 മാർക്കിൻ്റെ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് പേഴ്സൻറ്റേജ് ആൻഡ് PPM എന്ന് പറയുന്ന ഒരു പോർഷനിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ടേംസ് ഉള്ളത് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി PHൻ്റെ അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് PH എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. PH എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ PHും ആസിഡ്, PH വെച്ചിട്ട് എങ്ങനെയാണ് ആസിഡാണോ ബേസ് ആണോ എന്ന് പറയുന്നത്, ആ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2021 PH 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് PHനെ പറ്റിയിട്ട്. പിന്നെ 2022 PH 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് PH മെഷർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് PH, അതുപോലെ തന്നെ ആസിഡും ബേസും എങ്ങനെ PH വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് ബഫറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. 2024 ബഫർ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ 2023 ബഫർ ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിന്. 5 മാർക്കിന് 2023 ബഫർ ചോദിച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ബഫർ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബയോളജിക്കൽ ലൈഫിൽ ബഫറിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബയോളജിക്കൽ സ്റ്റഡീസിൽ ബഫറിൻ്റെ യൂസ് എന്താണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് 5 മാർക്കിന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഫോട്ടോമെട്രിയിൽ കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രി. അതിൽ സ്പെക്ട്രോഫോട്ടോമെട്രിക്കാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നത് ഏകദേശം 3 തവണ ചോദിച്ചിട്ടുണ്ട്. 2023 ചോദിച്ചിട്ടുണ്ട്, 2024 ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്. 2022, 2023, 2024 ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സ്പെക്ട്രോഫോട്ടോമെട്രി. അതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് എങ്ങനെയാണ്, യൂസ് എങ്ങനെയാണ്. ഇതിൽ ഏതോ ഒരു വർഷം ചോദിച്ചതിൽ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സ്പെക്ട്രോഫോട്ടോമെട്രി. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്പെക്ട്രോഫോട്ടോമെട്രി. ഇനി കളറിമെട്രി എന്ന് പറയുന്നത് 2 തവണ എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട് കളറിമെട്രി. അത് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ. 2021-ലും 2022-ലും 2 മാർക്കിന് കളറിമെട്രി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. ഇനി നെക്സ്റ്റ് പോർഷൻ ഓക്കെ,
ഇനി വരുന്നത് സെൻട്രിഫ്യൂഗേഷനാണ്. സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രഫി ഇത് പഠിക്കാതെ നിങ്ങൾ പോവുകയേ ചെയ്യരുത്. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും സെൻട്രിഫ്യൂഗേഷനും ഉണ്ടാവും, ക്രൊമാറ്റോഗ്രഫി ഉണ്ടാവും. സെൻട്രിഫ്യൂഗേഷനും ക്രൊമാറ്റോഗ്രഫിയും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കുറവായിരിക്കും എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം അതൊന്ന് ചോദിക്കുന്നുണ്ടാകും. ഓക്കെ, അതിൽ സെൻട്രിഫ്യൂഗേഷൻ്റെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗിൻ്റെ ടൈപ്പുകൾ, ആപ്ലിക്കേഷന്, ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. വേണമെങ്കിൽ എന്താ ചോദിക്കാം, സെൻട്രിഫ്യൂഗേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗ്സിൻ്റെ ടൈപ്പ് ചോദിച്ചിട്ടുള്ളത് വരാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 10 മാർക്കിന് സെൻട്രിഫ്യൂഗേഷൻ ചോദിച്ചിട്ടുണ്ട്. 2022 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2023 2 മാർക്കിന് എന്താണ് കോൾഡ് സെൻട്രിഫ്യൂജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ 2021 2 മാർക്കിന് സെൻട്രിഫ്യൂഗേഷൻ്റെ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലത്തും 21 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതിലെല്ലാ കൊല്ലത്തിലും എന്താണ് സെൻട്രിഫ്യൂഗേഷനിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ക്രൊമാറ്റോഗ്രഫി. ഇതുപോലെ ക്രൊമാറ്റോഗ്രഫി എല്ലാ കൊല്ലത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2022 10 മാർക്കിന് ക്രൊമാറ്റോഗ്രഫി ചോദിച്ചിട്ടുണ്ട് 2022. അതുപോലെ തന്നെ 2023 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 24 5 മാർക്കിന് അബ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് 24. അതുപോലെ തന്നെ 23 ക്രൊമാറ്റോഗ്രഫി 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് 2 മാർക്കിന് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ 2023 അതുപോലെ തന്നെ 2023 മോളിക്കുലാർ സീവിങ്ങും ചോദിച്ചിട്ടുണ്ട്. 2023 ഫുള്ള് ക്രൊമാറ്റോഗ്രഫിയാണ് മേജറായിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2024 കേസ് ഞാൻ പറഞ്ഞു 5 മാർക്കിനാണ് വന്നിട്ടുള്ളത്. 2021 5 മാർക്കിന് ക്രൊമാറ്റോഗ്രഫി ചോദിച്ചിട്ടുണ്ട്. 2022 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2023 ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 തവണയാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന പോർഷൻ വന്നിട്ടുള്ളത്. ഒന്ന് എന്താണ് ക്രൊമാറ്റോഗ്രഫി 10 മാർക്കിന് 23 ചോദിച്ചു. ക്രൊമാറ്റോഗ്രഫി എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ, ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ 10 മാർക്കിന് ചോദിച്ചു. അതുകൂടാതെ 2023 എന്ത് ചോദിച്ചു, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്താണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ മോളിക്കുലർ സീവിങ് എന്താണെന്ന് 2 മാർക്കിന് ചോദിച്ചു. അപ്പോൾ ആ വട്ടം തന്നെ ക്രൊമാറ്റോഗ്രഫിന്ന് എന്താണ് 14 മാർക്കിൻ്റെ അടുത്ത് 2023 ചോദിച്ചിട്ടുണ്ട്. 2024 ജസ്റ്റ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ, അബ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ 2021 5 മാർക്കിന് ക്രൊമാറ്റോഗ്രഫി എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 22 കേസ് പറഞ്ഞല്ലോ 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് ക്രൊമാറ്റോഗ്രഫി ആ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ക്രൊമാറ്റോഗ്രഫീൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. ആ വീഡിയോ പോരാ, ഇനിയും അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ നമ്മളെ ബയോഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. മൊളാരിറ്റി, നോർമാലിറ്റി, പെർസെൻറ്റേജ്, PPM അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബഫറും pHും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്, സ്പെക്ട്രോഫോട്ടോമെട്രിയാണ്. ചെറിയൊരു ഇമ്പോർട്ടൻസ് കളറിമെട്രിക്കും കൊടുക്കുക. ഓക്കെ, പിന്നെ സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രഫി എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. എന്തായാലും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ ബയോഫിസിക്സിൽ നിന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ബയോഫിസിക്സിൽ നിന്ന് നമുക്ക് 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ 8 മാർക്ക്, പിന്നെ 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ അവിടെ 10 മാർക്ക്, പിന്നെ 10 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ. അപ്പോൾ 28 മാർക്കിന് ബയോഫിസിക്സ് എന്ന് വരുന്നുണ്ട്. ഓക്കെ,
28 മാർക്കിന് ബയോഫിസിക്സ് എന്ന് വരുന്നുണ്ട്. ആ ഒരു പ്രയോറിറ്റി ബയോഫിസിക്സിൻ്റെ പോർഷനിൽ കൊടുക്കാം. ഈ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് ബയോഫിസിക്സിലുള്ളത്. ഈ സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രഫി ഒക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്പെക്ട്രോഫോട്ടോമെട്രി ഒന്നും വലിയ സീനിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്പെക്ട്രോഫോട്ടോമെട്രീൻ്റെ. പിന്നെ മൊളാരിറ്റി, നോർമാലിറ്റി, പെർസെൻറ്റേജ്, PPM ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലത്തെ pH, ബഫർ ഇതൊക്കെ എളുപ്പമുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ബയോഫിസിക്സ് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ വിടരുത്. 28 മാർക്കിനുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഉറപ്പായിട്ടും 28 മാർക്കിനുള്ളത് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, 28 മാർക്കിൽ നിന്ന് കൂടുക എന്നല്ലാതെ കുറയത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ബയോഫിസിക്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എക്സാം ജൂൺ 12 കണ്ടു. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കാം കേട്ടോ വീഡിയോ. ജൂൺ 12 നമുക്ക് പിന്നെയും ടൈം ഉണ്ടാവും. ഈ റെഫറൻസിൻ്റെ ബുക്കൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ എൻ്റെ വീട്ടിലുമല്ല ഉള്ളത്, അതുകൊണ്ടാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം വന്നത്. ഞാൻ നോക്കാം, മാക്സിമം വീഡിയോ ചെയ്യാൻ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ വേഗം പഠിച്ചു തുടങ്ങാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയുന്നത് മാക്സിമം കവർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബയോഫിസിക്സിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നമുക്ക് മൈക്രോ ടെക്നിക്ക് മാത്രമേ നോക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഉള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.